പഴയ നിയമം ഇസ്രായേല്യരോട് വംശീയ വിവാഹത്തിൽ ഏർപ്പെടരുതെന്ന് കൽപ്പിച്ചു. ആവർത്തനം 7:3-4. എന്നിരുന്നാലും ഈ കൽപ്പനയ്ക്കുള്ള കാരണം ചർമ്മത്തിന്റെ നിറമോ വംശീയതയോ ആയിരുന്നില്ല. മറിച്ച് അത് മതപരമായിരുന്നു. യഹൂദന്മാർക്ക് വംശീയ വിവാഹത്തിനെതിരെ ദൈവം കൽപ്പിച്ചതിന്റെ കാരണം അന്യജാതിക്കാർ വ്യാജദൈവങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു എന്നതാണ്. വിഗ്രഹാരാധകരുമായോ പുറജാതിയരുമായോ മിശ്രവിവാഹം ചെയ്താൽ ഇസ്രായേല്യർ വഴിതെറ്റിക്കപ്പെടും. മലാഖി 2:11 അനുസരിച്ച് ഇസ്രായേലിൽ സംഭവിച്ചത് ഇതാണ്. ആത്മീയ വിശുദ്ധിയുടെ സമാനമായ ഒരു തത്വം പുതിയ നിയമത്തിൽ വിവരിച്ചിരിക്കുന്നു. പക്ഷേ അതിന് വംശവുമായി യാതൊരു ബന്ധവുമില്ല. അവിശ്വാസികളുമായി കൂട്ടിയോജിപ്പിക്കപ്പെടരുത്. നീതിക്കും ദുഷ്ടയ്ക്കും പൊതുവായി എന്താണുള്ളത്? വെളിച്ചത്തതിന് ഇരുട്ടുമായി എന്ത് കൂട്ടായ്മയുണ്ട്? 2 കൊരിന്ത്യർ 6:1-4. ഇസ്രായേല്യരോട് ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവർ വിഗ്രഹാരാധകരെ വിവാഹം കഴിക്കരുതെന്ന് കൽപ്പിച്ചതുപോലെ ക്രിസ്ത്യാനികൾ ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവർ അവിശ്വാസികളെ വിവാഹം കഴിക്കരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നു. വംശീയ വിവാഹം തെറ്റാണെന്ന് ബൈബിൾ ഒരിക്കലും പറയുന്നില്ല. വംശീയ വിവാഹത്തെ നിരോധിക്കുന്ന ഏതൊരാളും ബൈബിൾപരമായ അധികാരമില്ലാതെയാണ് അങ്ങനെ ചെയ്യുന്നത്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയെ തൊലിയുടെ നിറം നോക്കിയല്ല, മറിച്ച് സ്വഭാവം നോക്കിയാണ് വിലയിരുത്തേണ്ടത്. വംശത്തെ അടിസ്ഥാനമാക്കിയുള്ള പക്ഷപാതത്തിന് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. യാക്കോബ് 2:1-10. വാസ്തവത്തിൽ ബൈബിൾ വീക്ഷണം ഒരു വംശം മാത്രമേയുള്ളൂ. മനുഷ്യവംശം എല്ലാവരും ആദാമിൽ നിന്നും ഹവ്വായിൽ നിന്നും വന്നവരാണ് എന്നതാണ്. ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ സാധ്യതയുള്ള ഇണ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വീണ്ടും ജനിച്ചതാണോ എന്ന് ഒരു ക്രിസ്ത്യാനി ആദ്യം കണ്ടെത്തണം. യോഹന്നാൻ 3:3-5. ഇണയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ബൈബിൾ മാനദണ്ഡം ചർമ്മത്തിന്റെ നിറമല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. വംശീയ വിവാഹം ശരിയോ തെറ്റോ എന്നതല്ല, മറിച്ച് പ്രാർത്ഥനയുടെയും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പിന്റെയും കാര്യമാണ്.